നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എന്തിനാണ് ഒരു വിവാഹം കഴിക്കുന്നത്? അവസാന കാലം വരെ കൂട്ടിരിക്കണമെന്നാണ്. അല്ലാതെ അത്യാവശ്യം ഈ അപ്പോഴത്തെ സുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് വാങ്ങിച്ചു എന്തെങ്കിലും ഇത് ഇത് കണ്ടുകൊണ്ടല്ല ജീവിക്കേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ മനസ്സൊന്ന് ശരീരം രണ്ടായി കരുതുന്നവർക്ക് മാത്രമാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ അർഹതയുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം മിക്കവാറും ഉള്ളവർ സഹിച്ചും പുറത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബമായി പോയാൽ ഇനി എന്ത് ചെയ്യാൻ എത്രയേ തോറും സഹിക്കും. പക്ഷേ സത്യസന്ധതയില്ലെങ്കിൽ, കുടുംബത്തിൽ സത്യസന്ധതയില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് ആണായാലും പെണ്ണായാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യുക, സത്യസന്ധമായിട്ട് ജീവിക്കണം. രണ്ടുപേർക്കും ഉള്ളത് എത്ര തെറ്റാലും നമ്മൾ ചെയ്ത തെറ്റായാലും നന്മയായാലും എന്തായാലും പരസ്പരം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ജീവിതം മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. കാരണം ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനിയുള്ള കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിക്കണം. ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നത്. ഒരു കാരണവശാലും എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാൻ നടന്നു കഴിഞ്ഞാൽ ഒരു കാരണം നടക്കില്ല. ഒരു 10 വയസ്സ് വരെ അവരുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. എങ്കിലേ അവർ ജീവിതം എന്താണെന്ന് പഠിക്കുകയുള്ളൂ. എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം എന്താണെന്ന് അവർ പഠിക്കില്ല. ഒരുപാട് കഷ്ടപ്പെടും. നമ്മൾ എല്ലാ സമയവും നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു പരിധി വരെയല്ലേ മക്കളെ വളർത്താൻ പറ്റുള്ളൂ. നമ്മളില്ലെങ്കിൽ അവർ ജീവിക്കണ്ടേ? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ജോലി ഉണ്ടോ സ്വന്തം കാര്യമായിട്ട് ചെയ്യാനുള്ള